മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഒരു രസകരമായ ഒരു സംഭവം പറയാം. 2009 എക്സിറ്റ് പോളുകളുടെ ഒരവസ്ഥയാണ്. 2009 എക്സിറ്റ് പോളുകൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഒരുപക്ഷെ 2000 ആ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ വേണ്ടി പറ്റിയത് 2009 യു പിയിൽ 22 സീറ്റുകൾ അന്ന് കോൺഗ്രസ് നേടിയിട്ടുണ്ട്. അതിന് മുൻപൊക്കെ ഒരുപാട് നേടിയിട്ടുണ്ടെങ്കിലും ഒരു തരംഗം സൃഷ്ടിച്ച് രണ്ടാമത് കടന്നു വന്നത് അപ്പോഴാണ്. ആ സമയം ഈ ടൈംസ് നൗവും അതുപോലെ തന്നെ സ്റ്റാർ നെറ്റുമൊക്കെ പുറത്തുവിട്ട എക്സിറ്റ് പോളുകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതായത് പണ്ട് മുതലേ BJP-യുമായി ഒരു ചായ്വ് ഇത്തരം മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള ഒരു തരംഗം സൃഷ്ടിച്ച സമയമായിരുന്നു 2009. ആ സമയം NDAക്ക് 197 സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു സ്റ്റാർ ന്യൂസ് AC നീൽസൺ സർവേ AC നീൽസൺ എക്സിറ്റ് പോള് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ UPAക്ക് 199 സീറ്റുകളായിരുന്നു സ്റ്റാർ ന്യൂസ് അന്ന് പറഞ്ഞത്. NDAക്ക് 197, UPAക്ക് 199. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു അന്ന് സർവേകളും എക്സിറ്റ് പോളുകളും മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ടൈംസ് നൗവിൻ്റെ എക്സിറ്റ് പോള് കാണേണ്ടതാണ്. UPAക്ക് 198 സീറ്റും NDAക്ക് 183 സീറ്റുമായിരുന്നു ടൈംസ് നൗവിൻ്റെ പ്രവചനം. എന്നാൽ മറ്റുള്ളവർക്കാവട്ടെ 120 മുതൽ 150 സീറ്റുകൾ വരെ ആയിരുന്നു ഇവരുടെ പ്രവചനമുണ്ടായിരുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു, സംഭവിച്ചത് നേരെ മറിച്ചാണ്. നേരെ മറിച്ച് എന്ന് പറയുമ്പോൾ UPA കേവല ഭൂരിപക്ഷത്തിനരികിലേക്ക് വെറും ചെറിയ സീറ്റുകളുടെ അഭാവത്തിൽ എത്തിയില്ല എന്ന് മാത്രമാണ് കാണാൻ വേണ്ടി പറ്റിയ ഒരു കാഴ്ച. UPAക്ക് 262 സീറ്റുകളാണ് അന്ന് നേടാൻ വേണ്ടി സാധിച്ചത്. NDAക്കാവട്ടെ 159 സീറ്റുകളും അതുപോലെ തന്നെ 150 സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രവചിച്ച മറ്റുള്ളവർക്ക് നേടാൻ വേണ്ടി സാധിച്ചത് 79 സീറ്റുകൾ മാത്രമാണ്. അപ്പോൾ 2009 എക്സിറ്റ് പോളുകൾ പറഞ്ഞത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ളതാണ്. എന്നാൽ നടന്നത് കോൺഗ്രസിന്റെ ഒരു മഹാ തേരോട്ടം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രകടനമായിരുന്നു, ഒരു തരംഗമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ടൈംസ് നൗവിൻ്റെയും സ്റ്റാർ ന്യൂസിൻ്റെയും ഒക്കെ അന്നത്തെ കാലത്തെ സർവേകൾ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വലിയ സത്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ ഇവരുടെ എക്സിറ്റ് പോളുകൾ ശരിയായത് 2014 എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. കാരണം എന്നും BJPക്ക് അനുകൂലമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 2014 ഒരു അനുകൂല തരംഗം വന്നപ്പോൾ എക്സിറ്റ് പോളുകളൊക്കെ സത്യമായി എന്നുള്ളതാണ്. അതായത് ഒരിക്കൽ പോലും ഈ 2000 കാലഘട്ടത്തിന് ശേഷം കോൺഗ്രസിന് അനുകൂലമായിട്ട് എക്സിറ്റ് പോളുകൾ വന്നത് വളരെ ചുരുക്കമാണ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ 2009 ഇഞ്ചോടിഞ്ച് പോരാട്ടം അവസാനം എത്തിപ്പെട്ടത് 262 സീറ്റ് എന്ന ഒരു മഹാഭൂരിപക്ഷത്തിലേക്കാണ്, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന്റെ തൊട്ടരികത്തേക്കാണ് UPA എത്തിയത് എന്നുള്ള സത്യം നമുക്ക് വിളിച്ചു പറയേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് എക്സിറ്റ് പോളുകളെ കണ്ണടച്ച് വിശ്വസിച്ച് അധികാരം കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് പറഞ്ഞു നടക്കുന്ന സംഘപരിവാർ മിത്രങ്ങളെ കാണാൻ പോകുന്ന പൂരം 23-നാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.